സാർ, കെ.ഒ. ഫ്രാൻസിസ് സാർ, പി.എൻ. ജോസ് സാർ, ബിജു, പ്രിയമുള്ള അധ്യാപകനെ, ഒരു ഇൻ്റർവ്യൂ നമ്മൾ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് ആകെ ഒരാളെ വേണം, ടൈപ്പിസ്റ്റ്, സെൽഫ് ഫിനാൻസിങ് ആണ്. 14 രാജ്യങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് പ്രവീൺ സാറ് പോകുന്നത്. അത് സംശയിച്ച ക്ലാസ് മുമ്പും സാറെ ഞാൻ കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഡേ ഓഫ് motivation for you, so make use of that motivation and have a wonderful time. Enjoy this time, enjoy positively. അങ്ങനെ സൂപ്പർ ആകട്ടെ ഈ ദിവസം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ഭാവങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തന്നതിന് ക്രൈസ്റ്റ് കോളേജിനും മാനേജ്മെന്റിനുള്ള സ്നേഹം ഏറ്റവും അടിച്ച നമ്മളെ കൈയടിക്കാൻ പഠിക്കണം. അപ്പം അടുത്ത കുറച്ച് നേരം ഇപ്പോഴത്തെ ഈ ടെർമിനോളജികളൊക്കെ മാറിയല്ലോ. ഉപദേശിച്ചാൽ പറയും തന്ത വൈബ്, അനുഭവം പറഞ്ഞാൽ പറയും തള്ള്, തമാശ പറഞ്ഞാൽ പറയും ചളി, അല്ലേ? ഇതല്ലേ ഇപ്പോഴത്തെ. അപ്പം ആദ്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നു, എനിക്ക് അത്യാവശ്യം തന്ത വൈബുണ്ട്. അങ്ങനെ കാണാൻ ലുക്കില്ല എന്നുള്ളൂ. തന്ത വൈബിൻ്റെ ഉസ്താദാണ്. ഈ ക്ലാസ്സിൽ ചളി ഉണ്ടാവും, കുറച്ച് മറ്റേ സാധനം എന്തായിരുന്നു, തള്ളും ഉണ്ടാവും. അപ്പം ഈ മൂന്നും കൂടി ചേർത്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ശ്രമം. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നും, അപ്പം ചിരിക്കണം. വർത്താനം പറഞ്ഞാൽ തോന്നിയാൽ വർത്താനം പറയരുത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം, കരയാൻ തോന്നിയാൽ കരയണം, ഉറങ്ങാൻ തോന്നിയാൽ ഉറങ്ങണം. അപ്പം താങ്ക് യു, അല്ലേ? ഇന്നലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ പറയുക? യൂത്തിന് രാത്രി മുഴുവൻ ഗെയിം കളിച്ചിട്ട് പകല് മുഴുവൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും, അല്ലേ? ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ? ഉറങ്ങാൻ റൂമിലേക്ക് പോയത് 10-10:30. പിന്നെ ഫോണിങ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ചാറ്റൊക്കെ കഴിഞ്ഞ് ചാറ്റ് ചെയ്തായിരുന്നോ? ഉറങ്ങിയോ? എന്നിട്ട് പറ്റാ മഞ്ഞത്തലേ, അല്ലേ? കണ്ണൊക്കെ ഇങ്ങനെ ലവ് ചിഹ്നം പോലെയൊക്കെ വന്നു. ഇതൊന്നും ചെയ്യില്ല. നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. ഓക്കെ, ഫൈൻ, നല്ല കുട്ടികളാണ്. അപ്പം വിഷയം ഇതാണ്. അപ്പം ഉറങ്ങാൻ സ്വാധീനിക്കുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. നമ്മൾ സ്വാധീനിച്ച ചില വ്യക്തികൾ ഉണ്ടാവും, ചില ഇൻസിഡന്റുകൾ ഉണ്ടാവും. ആ ഇൻസിഡന്റുകളാണ് നമ്മുടെ ലൈഫിൽ മറിക്കുക. എന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങള്? താങ്ക് യു. ക്രൈസ്റ്റ് കോളേജിൽ ഒരു മാഷ് പുറത്തുനിന്ന് വന്നിട്ട് അയാളെ നോക്കി ഫ്രണ്ട് റോളിൽ എന്താ കുട്ടി ഇങ്ങനെ, എന്താണ് ബികോമാരുടെ കൾച്ചർ? നിർമ്മല ഇടപെടൂ. എനിക്ക് ചോദിക്കാൻ പറയുന്നത് നിർമ്മലയുടെ ഇവിടെ കൊടക്കരുത്, നിങ്ങൾ ആളർക്കും കുത്തൽ പിടിക്കും. അങ്ങനെ ചെയ്യാൻ പാടും, നമ്മളെ ചിന്നാക്കാൻ പാടുമോ? നിർമ്മലയോട് ചോദിച്ചേ ചിന്നാക്കാൻ പാടില്ല. നിർമ്മല പറയും അങ്ങനെ ചെയ്യാൻ പാടുമോ? പക്ഷേ ഞങ്ങളുടെ അവിടെ ഒരു അന്തോണിയേട്ടനുണ്ട്. അന്തോണിയേട്ടൻ വലിയ വീട് പണിതിട്ട് വലിയൊരു മതിൽ പണിതു. ആ മതിൽ പണിതിട്ട് അത് എഴുതി പരസ്യം പതിക്കരുത്. അപ്പൊ ഒരുത്തൻ ഒരു ഇല എടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതി ഞങ്ങൾ അങ്ങനെ ചെയ്യോ അന്തോണിയേട്ടാ. ആ പറഞ്ഞ വരി ചെന്ന് ചെയ്യാൻ പാടും. പാടും. തോന്നും. പിന്നെ നമ്മൾ പറയും ഏട്ടാ ഇങ്ങനെ തല്ലുകൂടി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയും. ഒന്ന് വേഗം കടന്നോളൂ, മറ്റുള്ളവരെ ഒന്ന്. അയാൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോണ ആളാവും, അല്ലേ? ചില പെൺകുട്ടികൾക്ക് ധാരണയുണ്ട് ഈ പെൺകുട്ടികളെ ആരെങ്കിലും നോക്കിയാൽ വായ നോട്ടാണെന്ന്. ആദ്യം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, അത്രയ്ക്ക് ചന്തമൊന്നും നമുക്ക് ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ പേടിയാവുന്നു സാറേ, എന്റെ ആരെങ്കിലും മോർഫ് ചെയ്താൽ. ഞാൻ പറഞ്ഞു നീ ടെൻഷൻ എടുക്കണ്ട, അത്ര കാര്യത്തിലൊന്നും മോർഫ് ചെയ്ത ആൾക്കാർക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അല്ല നിന്നെ മോർഫ് ചെയ്തിട്ട് ആൾക്കാർ അങ്ങോട്ട് മോർഫ് ചെയ്യാൻ അത്ര ഭംഗിയൊരു സാർ അങ്ങനെ നോക്കിക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ പേരാണ്